ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ മാസാവസാനം ആകുമ്പോഴേക്കും ഇൻകം മുഴുവൻ ചെലവാക്കി കഴിഞ്ഞ് കയ്യിൽ പിന്നെ സമ്പാദ്യം ഒന്നും ബാക്കിയില്ലാതെ വരുന്ന ഒരാളാണോ നിങ്ങൾ? അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന, എന്നിട്ട് പിന്നെ അതിന്റെ പുറത്ത് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വാറൻ ബഫറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ്. ചിലവുകളെല്ലാം കഴിഞ്ഞു ബാക്കിയുള്ളത് സേവ് ചെയ്യാനല്ല നോക്കേണ്ടത്, പകരം സേവിങ്സിനുള്ളത് മാറ്റിവെച്ചു ബാക്കിയുള്ളത് കൊണ്ട് ചിലവ് നടത്തുകയാണ് വേണ്ടത് എന്ന്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ എങ്ങനെ സേവ് ചെയ്യും? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം വെരി സിമ്പിൾ ആണ്. അതിനുവേണ്ടി ബജറ്റ് ഇടണം. നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ വരുന്ന ഒരു വർഷത്തിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് തയ്യാറാക്കാറില്ലേ? അതുപോലെ തന്നെ നമുക്കും ഒരു ബജറ്റ് ആവാം. അപ്പോൾ ഈ ബജറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓൺലൈനിൽ ഒരുപാട് ബജറ്റിംഗ് ടൂൾസും സോഫ്റ്റ്വെയർസും ഒക്കെ അവൈലബിൾ ആണെങ്കിലും നമ്മുടെ കൈ കൊണ്ട് പേന വെച്ച് നോട്ട്ബുക്കിൽ എഴുതി ഉണ്ടാക്കുന്ന ബജറ്റിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. നോട്ട്ബുക്കിൽ വരവ് ചിലവൊക്കെ എഴുതി മന്ത്ലി ബജറ്റ് പ്ലാൻ ചെയ്തിരുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. ഈ രീതി ഈ ആധുനിക കാലത്തും അങ്ങ് ജപ്പാനിൽ വളരെ സർവ്വസാധാരണമാണ് എന്ന് നിങ്ങൾക്കറിയോ? ഈ ബജറ്റിംഗ് ടൂളിന്റെ പേരാണ് കാക്കിബോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കാക്കിബോ ബജറ്റിംഗ് മെത്തേഡ്, അതെങ്ങനെ ഉണ്ടായി, എന്താണ് ഇതിന്റെ വർക്കിംഗ്, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ എന്താണ് എന്നൊക്കെയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഇതെല്ലാം വിശദമാക്കിയതിനു ശേഷം ഒരു എക്സാമ്പിൾ വെച്ച് നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് തരും. ഒപ്പം തന്നെ നിങ്ങൾ ഈ മെത്തേഡ് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടെംപ്ലേറ്റും നമ്മൾ തരാൻ റെഡിയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. തുടങ്ങുന്നതിന് മുൻപ് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്നാണ്. പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റിംഗ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് ഓരോ ദിവസവും പല വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. നമ്മൾ എത്രമാത്രം ചെലവാക്കുന്നുണ്ടെന്നും സമ്പാദിക്കുന്നുണ്ടെന്നും ട്രാക്ക് ചെയ്തുകൊണ്ട് പണം കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വഴിയാണ് കാക്കിബോ മെത്തേഡ്. ഇതിനെ കാക്കിബോ ബജറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ കാക്കിബോ എന്ന് പറയുന്നു. ജപ്പാനീസ് ഭാഷയിൽ കാക്കിബോ എന്ന വാക്കിനർത്ഥം വീട്ടിലെ കണക്ക് പുസ്തകം എന്നാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെലവാക്കുന്നതും സമ്പാദിക്കുന്നതും എല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇതുവഴി എങ്ങനെയൊക്കെയാണ് പണം ചെലവാകുന്നത് എന്നും എങ്ങനെ കൂടുതൽ സേവ് ചെയ്യാം എന്നും മനസ്സിലാക്കാൻ പറ്റും. ഈ മെത്തേഡ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയണ്ടേ? ജപ്പാനിലെ ആദ്യകാല വനിതാ ജേർണലിസ്റ്റുകളിൽ ഒരാളായിരുന്ന ഹനി മൊട്ടോക്കോ 1904 ഇത് കണ്ടുപിടിക്കുന്നത്. അന്നത്തെ കാലത്തെ ജപ്പാനീസ് വീട്ടമ്മമാർക്ക് കണക്കുകൾ സൂക്ഷിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ എഴുത്തുകാരനായ ഫുമിക്കോ ഷിബ കാക്കിബോ ദ ജാപ്പനീസ് ആർട്ട് ഓഫ് സേവിംഗ് മണി എന്ന ഒരു ഗൈഡ് 2018 പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത് ലോകമാകെ ഭയങ്കര ട്രെൻഡായി മാറി. നമ്മുടെ ചെലവുകളെ കുറിച്ചും ബജറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഇത് വളരെ മികച്ച വഴിയാണ്. സൂക്ഷിച്ച് ചെലവാക്കുക എന്നതാണ് ഇതിലെ ഫോക്കസ് പോയിന്റ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് കുറച്ചുകൊണ്ടും വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവ് ചെയ്തും വളരെ സാവധാനം ശ്രദ്ധയോടെ നമ്മുടെ ഫിനാൻസിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2022 ഒരു സർവേ പറയുന്നത് ഇന്ത്യയിലെ 69% കുടുംബങ്ങളും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും കരുതലില്ലായ്മയും കൊണ്ട് കഷ്ടപ്പെടുകയാണ് എന്നാണ്. ഇവിടെയാണ് ബജറ്റ് ഇടുന്നതിന്റെ പ്രാധാന്യം. ഒരു ബജറ്റ് ഉണ്ടാക്കി സമ്പത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയില്ലായ്മ മാറ്റാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് 35% ചിലവുകളും നിങ്ങൾക്ക് ഒഴിവാക്കാനാകും എന്നാണ് പറയുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ഇനി കാക്കിബോ മെത്തേഡിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് പറയാം. കാക്കിബോ മെത്തേഡിലൂടെ ബജറ്റ് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ഒരു പേനയും ഒരു പേപ്പറോ നോട്ട്ബുക്കോ മാത്രമാണ്. ഇനി ഓരോ മാസത്തിന്റെയും തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന വരുമാനം, കയ്യിൽ നിന്നും പോകുന്ന ചെലവ്, ആ മാസത്തിലെ സേവിംഗ് എന്നിവയൊക്കെ രേഖപ്പെടുത്തി ഒരു ബജറ്റ് ഇടണം. ഈ ബജറ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് 4 ചോദ്യങ്ങൾ മനസ്സിലൂടെ പോകുന്നത് നല്ലതാണ്. ചിലവാക്കാൻ നിങ്ങളുടെ അടുത്ത് എത്ര പണമുണ്ട്? എത്ര രൂപ സേവ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എത്ര പണം ചെലവാക്കുന്നുണ്ട്? അടുത്ത മാസം നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം? ഇതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത മാസം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ചോദ്യം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉത്തരം കണ്ടെത്താനായിട്ട് നൽകിയതാണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ വരുമാനം എല്ലാം നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓരോരോ മാസത്തിന്റെയും തുടക്കത്തിൽ ടാക്സ് കൂടി കണക്കിലെടുത്ത് നിങ്ങളുടെ ശമ്പളം, ബോണസ്, വാടക, ഡിവിഡൻഡ് പോലെയുള്ള മറ്റു വരുമാന മാർഗങ്ങൾ തുടങ്ങിയ എല്ലാ വരുമാനങ്ങളും എഴുതി വെക്കണം. അങ്ങനെ വരുമാനം എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, ആ മാസം എത്രമാത്രം സേവ് ചെയ്യണം എന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യുവർ സേവിംഗ് ഗോൾ. ഇതൊരു റിയലിസ്റ്റിക് ഗോൾ ആയിരിക്കും. ശ്രദ്ധിക്കുക. വെറുതെ ഓവറാക്കി ചളമാക്കണ്ട. നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൂട്ടിയാൽ കൂടാത്ത ഗോളൊന്നും സെറ്റ് ചെയ്യാതെ പറ്റുന്ന ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാം. എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോൾ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എന്നാകാം, അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വാങ്ങേണ്ട ഒരു സാധനത്തിന് വേണ്ടിയിട്ട് വരുമാനത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് കൂട്ടി വെക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും എത്ര രൂപ സേവ് ചെയ്യണം എന്ന് സ്വയം ചിന്തിച്ച് അത് നമ്മുടെ ബജറ്റിൽ ചേർത്താൽ പിന്നെ അറിയാതെ അത് ചെലവായി പോയി എന്ന സ്ഥിതി ഉണ്ടാകില്ല.
അറിയില്ല. നിങ്ങൾ ഓരോ മാസവും എത്ര സേവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലൊരു ഗോൾ സെറ്റ് ചെയ്തത് നേടിയെടുത്ത ചരിത്രമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നമുക്കിനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. അത് ചിലവ് ട്രാക്ക് ചെയ്യലാണ്. എത്ര ചെറുതോ നിസ്സാരമോ ആണെങ്കിൽ പോലും കാക്കിബോ ഫോളോ ചെയ്യുന്നവർ അത് എഴുതി വെക്കും. പ്രധാനമായും ചിലവുകൾ 4 ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ആദ്യത്തേത് നീഡ്സ് അഥവാ അത്യാവശ്യങ്ങൾ, പലചരക്ക്, വാടക, അവശ്യ സാധനങ്ങൾ തുടങ്ങി ജീവിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഇത്. രണ്ടാമത്തേത് വാണ്ട്സ്, ആവശ്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവാണിത്. പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, പുതിയ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി അത്ര അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളാണ് ഇത് എന്ന് പറയാം. മൂന്നാമത്തേത് കൾച്ചറാണ്. നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടവ, ഒരു മ്യൂസിയം സന്ദർശിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് ഇവൻറ്റിൽ പങ്കെടുക്കുക, ഇങ്ങനെ മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നാലാമത്തേത് അൺഎക്സ്പെക്റ്റഡ്, ഇവ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളാണ്. മെഡിസിൻ അല്ലെങ്കിൽ കാർ റിപ്പയർ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ചിലവ്. എങ്ങനെയാണ് ചിലവായത്, എത്രയാണ് ചിലവായതെന്ന് നോക്കി അവയുടെ കാറ്റഗറി നോക്കി തരംതിരിച്ച് ചിലവുകൾ ട്രാക്ക് ചെയ്ത് അവ എഴുതി വെക്കണം എന്നാണ് കാക്കിബോ പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ പൈസ സൂക്ഷിച്ച് ചിലവാക്കാനായിട്ട് ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം. എനിക്ക് ശരിക്കും ഇത് ആവശ്യമുണ്ടോ? ഞാനിത് എത്രമാത്രം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്? എനിക്കിത് കൊണ്ടുപോയിട്ട് വെക്കാൻ സ്ഥലമുണ്ടോ? എനിക്കിതിൻ്റെ വില ശരിക്കും താങ്ങാൻ പറ്റുമോ? ഈ പർച്ചേസ് കഴിയുമ്പോൾ എൻ്റെ ഫീൽ എന്തായിരിക്കും? തുടങ്ങിയ ചോദ്യങ്ങൾ. സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു ത്വരയില്ലേ, അത് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് വഴി ഒരു പരിധിവരെ കുറക്കാൻ പറ്റും. ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ നമ്മുടെ ബൈയിങ് ഹാബിറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് എന്നിവയെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടതും വെറുതെ ഇങ്ങനെ ആഗ്രഹം മാത്രമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേർതിരിക്കാൻ നമുക്ക് കഴിയും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. വരുമാനവും ചെലവും എഴുതി വെച്ച് കഴിഞ്ഞാൽ മാസാവസാനം കിട്ടുന്ന സേവിങ്സ് കണക്കാക്കാം. എല്ലാ ചെലവും ചേർത്ത് അതിനെ വരുമാനത്തിൽ നിന്ന് കുറക്കണം. ഇതാണ് നിങ്ങൾ ആ മാസം സേവ് ചെയ്ത തുക. ഇനി അവസാനത്തെ സ്റ്റെപ്പ് റിഫ്ലക്റ്റ് ആൻഡ് റിവ്യൂ. നിങ്ങൾ എത്ര സേവ് ചെയ്തു എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ഈ സേവിങ്സ് കമ്പയർ ചെയ്യേണ്ടത് പ്രധാനമാണ്. അതിനു വേണ്ടിയിട്ട് ഈ 4 ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം. എൻ്റെ അടുത്ത് എത്ര പണം ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ എത്ര സമ്പാദിച്ചു, എത്ര പണം ചിലവാക്കി, അടുത്ത മാസം ഇതൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നീ 4 ക്വസ്റ്റ്യൻസ്. ഈ പ്രോസസ്സ് എല്ലാ മാസവും തുടർന്നുകൊണ്ട് ബജറ്റും നിങ്ങളുടെ സേവിംഗ് ഗോളും ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. പതിവായി പുരോഗതി വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾ എന്തിനാണ് പണം ചെലവാക്കുന്നത് എന്നും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ബജറ്റിൽ മാറ്റങ്ങൾ വരുത്തി സേവിങ്സ് ലക്ഷ്യങ്ങൾ വളരെ പെട്ടെന്ന് നേടാം. എല്ലാ ചിലവുകളും ഒഴിവാക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ചിലവാക്കി ആവശ്യമില്ലാത്തവർക്ക് വളരെ കുറച്ച് മാത്രം ചിലവാക്കാൻ ഇനി മുതൽ നിശ്ചയിക്കാം എന്ന് മാത്രമാണ്. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതൊക്കെ അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിൽ പ്രതിമാസം കിട്ടുന്ന വരുമാനം 1,80,000 രൂപയാണെന്നിരിക്കട്ടെ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ കുട്ടികളില്ല. അപ്പോൾ ഇത് നമുക്ക് നോട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവിങ്സ് ഗോൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു പുതിയ കാർ വാങ്ങണമെന്നിരിക്കട്ടെ. കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും അത്യാവശ്യങ്ങൾക്കുമായിട്ട് 50,000 രൂപ സേവ് ചെയ്യുകയും വേണം. നമുക്ക് ഈ സേവിംഗ് ഗോൾ നോട്ട് ചെയ്യാം. ഇനി ആ മാസം വരുന്ന പല ചിലവുകളുണ്ടാവും. അത് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഈ ചിലവുകളെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കാം: നീഡ്സ്, വാണ്ട്സ്, കൾച്ചർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ഇനി നമുക്ക് സേവിങ്സ് കണക്കാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 42,000 രൂപയാണ് സേവ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം 50,000 രൂപയായിരുന്നു. അതായത് 8,000 രൂപയുടെ കുറവുണ്ട്. അത് മോശമൊന്നുമല്ല, പക്ഷേ എന്നാലും എവിടെയൊക്കെ ചിലവുകൾ കുറച്ച് ഈ ലക്ഷ്യം നേടാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് റിവ്യൂ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ സ്വയം ചോദിക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? എനിക്ക് ബജറ്റിനുള്ളിൽ തന്നെ നിൽക്കാൻ സാധിച്ചോ? ഈ മാസം എൻ്റെ പ്രധാന ചിലവുകൾ എന്തൊക്കെയായിരുന്നു? അടുത്ത മാസം എൻ്റെ ചിലവ് എങ്ങനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ പരിമിതിപ്പെടുത്താം? അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ അടുത്ത മാസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഈ ചോദ്യങ്ങൾ എഴുതി വെച്ച് അവയ്ക്ക് ഉത്തരം നൽകി പരിഹാരങ്ങൾ കണ്ടെത്താം. ഇങ്ങനെ ഒരു മാസത്തെ ബജറ്റ് കഴിഞ്ഞ് അടുത്ത മാസം സേവിങ്സ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രതിമാസ ബജറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു ടെംപ്ലേറ്റ് നമ്മൾ തരാൻ റെഡിയാണ്. താഴെയുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. സെറ്റല്ലേ? ഇതൊരു ബേസിക് ടെംപ്ലേറ്റ് മാത്രമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും ലക്ഷ്യങ്ങൾക്കും യോജിക്കുന്ന രീതിയിൽ കാറ്റഗറീസ്, ചിലവുകൾ, റിവ്യൂ എന്നിവ കസ്റ്റമൈസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കാക്കിബോ മെത്തേഡിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് മനസ്സിലാക്കാം. ആദ്യം കാക്കിബോ മെത്തേഡ് നമുക്ക് തരുന്ന ഗുണങ്ങൾ നോക്കാം. നമ്മുടെ ചിലവിന്റെ രീതികളെ നന്നായിട്ട് മനസ്സിലാക്കി തരുന്നു എന്നത് തന്നെയാണ് കാക്കിബോ മെത്തേഡിന്റെ പ്രധാന പ്രയോജനങ്ങളിൽ ഒന്ന്. നമ്മുടെ വരുമാനം, ചിലവുകൾ, സേവിംഗ് ഗോൾ എന്നിവയ്ക്കനുസരിച്ച് ഒരു ബജറ്റ് ഉണ്ടാക്കാൻ ഈ മെത്തേഡ് സഹായിക്കും. അങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാം. കൂടാതെ അത്യാവശ്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റിനും സേവിംഗ് ഗോളിനും വേണ്ടി കൂടുതൽ സമ്പാദിക്കാനും ആകും. ചിലവുകളെ 4 വിഭാഗങ്ങളായി തരംതിരിച്ച് ഫിനാൻസസ് ഈ മെത്തേഡ് സിമ്പിൾ ആക്കി തരുന്നു. കൂടാതെ ചിലവുകൾ ശ്രദ്ധിക്കാൻ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് നമ്മുടെ ചിലവിന്റെ രീതികൾ പരിശോധിച്ച് അത് നമ്മുടെ സേവിംഗ് ഗോളിന് ചേർന്നതാണോ എന്നറിയാൻ സഹായിക്കുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള പ്രേരണയെ ഒഴിവാക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇനി കാക്കിബോ മെത്തേഡിന്റെ ചില പരിമിതികൾ നോക്കാം. ചിലവുകൾ മാനുവൽ ആയിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് എന്നത് കാക്കിബോ മെത്തേഡിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അത് സമയമെടുക്കുന്നതും നല്ല എഫേർട്ട് ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ്. കൂടാതെ വിശദമായി കണക്കുകൾ സൂക്ഷിക്കേണ്ടത് കൊണ്ട് തന്നെ അത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായേക്കാം. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക
അംഗീകരിക്കുന്നില്ല ഇത് എന്നുള്ളത് മറ്റൊരു പരിമിതിയാണ്. അപ്പോൾ പണം സമ്പാദിക്കുന്നതും ബജറ്റിനനുസരിച്ച് നീങ്ങുന്നതും നിങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയാണെങ്കിൽ കാക്കിബോ മെത്തേഡ് നിങ്ങൾക്ക് നന്നായിട്ട് സഹായകരമാകും. സൂക്ഷ്മതയോടെ ചിലവാക്കുക എന്ന ഈ ബജറ്റിംഗ് സിസ്റ്റം ജപ്പാൻകാർക്കിടയിൽ വലിയ വിജയം നേടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് പേനയും പേപ്പറും എടുത്ത് കാക്കിബോ മെത്തേഡ് തുടങ്ങാൻ സമയമായിരിക്കുന്നു എന്നറിയിക്കുകയാണ്. ഈ സിസ്റ്റം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഉപകാരപ്പെട്ടേക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അവ കൂടി കൺസിഡർ ചെയ്ത് പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.